ആദിപ്പൂ ദൂതന്മാരേ സഹദാമാരേ കൈകൾ കൂപ്പി വാഴ്ത്താൻ വായോ നിത്യം വാഴും ഓസ്തി രൂപാ സ്തുതിസ്തോത്രങ്ങൾ പാടാ ദാസ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യം
ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ലതെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപിനിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. മരിക്കുന്ന
മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോൻ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോൻ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ.
അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ. അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ. അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിലും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, എന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
മണ്ണിൽ നിന്ന് ആഴത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായി കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാശനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേരും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം രോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തുവലമ്പാതെ നൽകണമേ നിത്യായുസ്സും പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെയും വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന് എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചന
വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നാം ഓരോരുത്തരും മുണ്ടുപുഴയ്ക്കലെ ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിച്ചുകൊണ്ട്, എന്നാൽ അവൾ എങ്ങോട്ട് പോകുന്നു, എന്തിനു വേണ്ടി പോകുന്നു എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ഒരർത്ഥത്തിൽ സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ഉചിതമായ ഒരു യാത്രയെ ഇപ്പോൾ ആ അമ്മച്ചിക്ക് നൽകുകയാണ്. 85 കൊല്ലക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. നല്ല ഒരമ്മച്ചിയായിട്ട് ജീവിക്കുവാൻ സാധിച്ചുവെന്ന് എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്കൊക്കെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുകയാണ്. ചെറിയ ഒരു ഓർമ്മ എനിക്കുമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കണ്ടത്തിലൊക്കെ വെള്ളം തിരിക്കാനൊക്കെ വരുമ്പോൾ ഈ ഭാഗത്തൂടെയൊക്കെ നടന്നു പോയിട്ടുണ്ട്. ഞാൻ ഈ പ്രത്യേകിച്ച് കള്ളിക്കൽ ഭാഗത്ത് അപരിചിതനല്ല, അയലോക്കത്ത് തന്നെയാണ്. അപ്പോൾ അന്നു മുതലേ നല്ല ഒരമ്മച്ചിയായിട്ട്, കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരു മാതാവായിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ വിളക്കായിട്ട് അന്നു മുതൽ, അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന, എവിടുന്നാ കെട്ടി വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഏതായാലും ഈ ഉഴവൂരെന്ന് വന്നതാണ്. ഈ വീട്ടിൽ വന്നതോടുകൂടി, അല്ലെങ്കിൽ ഉഴവൂരാരംഭിച്ച ആ വിളക്ക്, ഉഴവൂര് മാതാപിതാക്കൾ വളർത്തി നല്ല ഒരു പെൺകുട്ടിയാക്കി വളർത്തി കരികുന്നത്ത് മുണ്ടുപുഴയ്ക്കലെ തൊമ്മച്ചനെ കൊണ്ട് കല്യാണമൊക്കെ കഴിപ്പിച്ച് മുണ്ടുപുഴയ്ക്കലേക്ക് വന്നപ്പോൾ ആ വിളക്കിന്റെ ശോഭ ഒന്നുകൂടി കൂടുകയായിരുന്നു. ഈ അമ്മച്ചിയുമായിട്ട് അടുത്ത് ഇടപെടുവാൻ സാധിച്ചിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ചെറിയ ഒരു പരിചയമേ ഉള്ളൂ എങ്കിലും കഠിനമായിട്ട് അധ്വാനിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന, ഭർത്താവിനെ സൂക്ഷിക്കുന്ന, അയൽക്കാരോട് താല്പര്യമുള്ള ഒരു നല്ല അമ്മച്ചി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം കുറെ നാളത്തേക്ക് ഞാനൊന്നും അറിഞ്ഞില്ല എങ്കിലും ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് ഞാൻ നല്ലത് മാത്രമാണ് കേൾക്കുക. വളരെ അധികമായിട്ടുള്ള ഓർമ്മകളും അനുസ്മരണകളുമാണ് അയൽവാസികൾക്ക് ഈ അമ്മച്ചിയെക്കുറിച്ച് പറയാനുള്ളത്. ജീവിതത്തിന്റെ പ്രകാശമായി നിന്ന അവൾ ഇന്ന് അണയുന്നു എന്നത് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദുഃഖമുണ്ടാകാം. പക്ഷേ ശാരീരികമായ വേർപാട് മാത്രമാണ് അത് എന്നും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അന്ത്യം അങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ അതിനോടെ സമാധാനം നമ്മൾ കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്ന് അവസാനിക്കണമല്ലോ. 85 കൊല്ലക്കാലം കൊണ്ട് ധാരാളം സഹിച്ചിട്ടുണ്ട്, ധാരാളം അധ്വാനിച്ചിട്ടുണ്ട്, ധാരാളം കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ട്, ധാരാളം വിയർപ്പും ചിന്തിയിട്ടുണ്ട്. എനിക്ക് നല്ലതുപോലെ അറിയാം. ഇന്നു മുതൽ, അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ അവരുടെ ജീവിതം നമുക്കറിയാം. ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനം ഉണ്ടായിരുന്നു. ഷീ ബ്രീത്ത് ഹെർ ലാസ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് പറയുക. അതായത് അവസാനത്തെ ശ്വാസം. എന്നാൽ അതിനുശേഷമുള്ള ശ്വാസം സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കർത്താവിന്റെ വചനങ്ങൾ നമുക്ക് ധാരാളം ഉത്തേജനം നൽകുകയാണ്. പൗലോസ്ലിഹയുടെ വാക്യങ്ങൾ നാം ഇപ്പോൾ വായിച്ചു കേട്ടു. അതുപോലെ വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്കൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ വളരെ പ്രത്യാശയോടു കൂടി ഒരു ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മൾ എല്ലാവരും. ഈ ഭൂമിയിൽ നമുക്ക് ദൈവം നൽകുന്ന കാലഘട്ടം എത്രയായിരുന്നാലും ചെറുതാകാം, ദൈർഘ്യമുള്ളതാകാം. 85 ഒന്നും അധികം കാലഘട്ടമൊന്നുമല്ല. എങ്കിലും ആ നൽകിയ 85 കൊല്ലം വളരെ ഭംഗിയായിട്ട് ജീവിച്ചു എന്നുള്ള അഭിമാനത്തോടു കൂടി തന്നെ അമ്മിച്ചു പോവുകയാണ്. കഠിനാധ്വാനത്തിന്റെയും ധാർമ്മികതയുടെയും സന്മാർഗത്തിന്റെയും മാതൃക അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന്, നമ്മുടെ ഇടവകയിൽ നിന്ന് യാത്ര പറയുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ അമ്മച്ചിയെ യാത്ര അയക്കാം. അവരുടെ ആ ജീവിതത്തിലെ കുറവുകളെയും തെറ്റുകളെയും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പരിഹരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഏതെങ്കിലും തരത്തിൽ ആവശ്യമുണ്ട് എന്ന് വരികിൽ തിരുസഭയുടെ ഔദ്യോഗികമായ നാമത്തിലാണ് നാം ഇന്ന് പ്രാർത്ഥിക്കുക. വൈദികൻ വരുമ്പോൾ തിരുസഭയുടെ ഔദ്യോഗികത ലഭിക്കുകയാണ്. ഇടവകയിലെ വികാരിച്ചൻ പ്രത്യേകിച്ച് എല്ലാ വൈദികർക്കും അങ്ങനെയാണ് എങ്കിൽ തന്നെയും
ഇടവകയിലെ വികാരിയച്ഛൻ തന്നെ വന്ന് ഔദ്യോഗികമായിട്ട് അവൾക്ക് യാത്രയപ്പ് നൽകുമ്പോൾ തിരുസഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം ലഭിക്കുകയാണ്. മുഴുവൻ പ്രാർത്ഥന അവൾക്ക് ലഭിക്കുകയാണ്. അതായത് തിരുസഭയുടെ ഭരണാകാരം വിശുദ്ധന്മാരുടെ ഒരുപാട് നമ്മൾ പറയുന്നുണ്ട്. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ വിശുദ്ധന്മാരുടെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ദ കമ്മ്യൂണിയൻ, അവരുടെ കൂട്ടായ്മ, വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആക്ഷേപമുണ്ട്, ആധ്യാത്മികത അല്ലെങ്കിൽ വിശുദ്ധി, സുഹൃതങ്ങൾ. അങ്ങനെ സുഹൃതാത്മാക്കൾ ചെയ്തു കൂട്ടിയിട്ടുള്ള സുഹൃതങ്ങൾ ആർക്ക് വേണം അനുഭവിക്കാൻ എന്നുള്ള നിലയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഈ അമ്മച്ചിക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തോടെ നമ്മൾ ചോദിക്കുന്നതിൽ കൂടുതലായിട്ട് കൊടുക്കും എന്നത് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ തിരുസഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ആ വലിയ സഹായത്തോടു കൂടി തന്നെ അവൾ സ്വർഗത്തിലേക്ക് കയറുകയാണ്. സന്തോഷിക്കാം. തീർച്ചയായിട്ടും നമുക്ക് വാനദൂതരോട് കൂടി ചേർന്ന് പാട്ടുപാടുവാൻ നല്ല അവസരം. നാഥൻ ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യന് ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. ഇത് നമ്മുടെ കർത്താവിന്റെ വാക്കുകളാണ്. ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കുന്ന മനുഷ്യന് ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പറയുന്നത് വേറെ ആരുമല്ല, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമുക്ക് സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന മനുഷ്യന് ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. എങ്കിൽ അങ്ങനെ വിശ്വാസം അർപ്പിച്ചവർക്ക് അന്തിമ ദിവസം ഞാൻ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് ഉയർപ്പിച്ച് എങ്ങോട്ടാണ് എടുക്കുക? സ്വർഗത്തിലേക്ക്. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ അമ്മച്ചിയെ യാത്ര ചെയ്യാം. പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് അധികം അടുത്ത പരിചയം ഉണ്ടായില്ല എന്ന് വരികിലും നാട്ടുകാരിൽ നിന്ന് ശ്രമിച്ചത് തന്നെ ഞാൻ അങ്ങോട്ട് ആവർത്തിക്കുകയാണ്. വളരെ സ്തുത്യർഹമായ രീതിയിൽ അമ്മയെ സംരക്ഷിച്ച് അമ്മയ്ക്ക് ആവശ്യമായ ആശ്വാസങ്ങൾ നൽകി ആ സംരക്ഷണം നൽകിയ സണ്ണിയും കുടുംബവും നമുക്കെല്ലാവർക്കും മാതൃകയാണ്. അങ്ങനെ അയൽവാസികൾക്കും മറ്റുള്ള എല്ലാവർക്കും നല്ല മാതൃകയായിട്ട് ഈ കുടുംബത്തിൽ ജീവിക്കാൻ സാധിച്ചു. ആ അമ്മച്ചി ധന്യതയോടുകൂടി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. നമുക്ക് ഏവർക്കും ചേർന്ന് അതുപോലെ 9 മക്കളിൽ മറ്റുള്ളവരും, ഞാൻ സണ്ണിയുടെ കാര്യം മാത്രം പറഞ്ഞതുകൊണ്ട് ഈ കുടുംബത്തിലുള്ള ആളെന്ന നിലയിൽ പറഞ്ഞതേ ഉള്ളൂ. മറ്റു 9 മക്കളും അവരുടെ നിലയിൽ അവരർഹിക്കുന്ന രീതിയിൽ സ്നേഹവും ബഹുമാനവും അമ്മച്ചിക്ക് കൊടുത്തിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സന്തോഷത്തോടു കൂടി അനുഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആ അമ്മച്ചിക്ക് നമുക്ക് യാത്രയിൽ നൽകാം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളുമായ എല്ലാവരുടെയും നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന പ്രത്യേകിച്ച് വൈദികരുടെയും ബഹുമാനപ്പെട്ട സഹോദരിമാരുടെയും നാമത്തിലുള്ള പ്രത്യേകതമായിട്ടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹം ഞങ്ങളെ സൃഷ്ടിക്കുക, അതിന്റെ കൃപയായി ഞങ്ങളെ രക്ഷിക്കുകയും വിഷയായി നിന്റെ കൽപ്പനയായി ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമായ ദൈവം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കും നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുപത്താനും വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണം പ്രദാനം ചെയ്ത മിശിഹായെ വിദ്യുത്തിന്റെ മഹത്തിന്റെ പ്രഖ്യാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാക്കുകയും നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ആശ്രയിക്കുകയും നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ നിന്റെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെ ആശ്രയിക്കുകയും നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു.
കരുണയോടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാന്തത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു
വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. ും
മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരെ മനോഹരനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും വിശുദ്ധ കുർബാനയാൽ പരിമിതവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൂർത്തീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര സോപ്പാവിടെ നീ എന്ന് തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലും നീ കഴിയുക, ഞാൻ മനേക്കാളും മേളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യ നീ പൊളിയാകുന്നു, പൊളിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളിച്ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ പരിഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ പ്രകാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കുവാനാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊളിയാകുന്നു, പൊളിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ ഞാൻ പ്രവർത്തിക്കും കർത്താവേ നീ അടയുമ്പോ നിർത്തണമേ സല്ലവരത്ത് വലമ്പാവേ. ആരാധിച്ചു വണങ്ങുന്നു രക്ഷയും നൽകുന്നു. ആകാശവുമേ ഭൂതലവും ദാവമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. പാപപുത്രൻ ധൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജനമെല്ലാം പ്രകർഷിക്കട്ടെ ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉദ്ധാരം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ.
വിശ്വസിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യരെയും അവരുടെ അഭ്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോറ്റുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാജുതിയോടെ മർത്തയുടം കൂടെ കടശീലുത്താനം നിലരാം കനിവാർന്നരുളട്ടെ കർത്താവഹിരേശൻ. ഹൃദയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം മനുഷ്യരെ കാതലിച്ചെഴുതാക്കുന്ന മാൻപേരെ പോലെ കർത്താവെ ഞാൻ തേടി വിളിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാക്കയുടെ പോലെ കർത്താവെ ഞാൻ തേടി വിളിക്കുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവരെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം അപേക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഓർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസത്തേക്ക് ഈ ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ?
ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പ
ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തെ